എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നോക്കാനൊന്നും നേരമില്ല. ജസ്റ്റ് നിങ്ങൾ ആധാർ കാർഡ് കാണിക്കും. ആധാർ കാർഡോ? സോറി, യു ആർ റിജക്റ്റഡ്. ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആവാം. അതുകൊണ്ട് നിങ്ങൾ ആധാർ കാർഡ് കാണിക്കും. എന്താണ് ഈ ആധാർ കാർഡ്? യു ഗെറ്റ് ലോസ്റ്റ്. ഇതെന്താ ഈ ആധാർ കാർഡ്? നീ എങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ. നിങ്ങളിപ്പോൾ ഒരു നഴ്സറിയിലോ യൂണിവേഴ്സിറ്റിയിലോ സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടായിരിക്കണം. വൺ നാഷൻ വൺ സ്റ്റുഡൻറ് ID കാർഡ്. അപ്പോൾ ആധാർ കാർഡിലെ പോലെ ആധാർ കാർഡിൽ നിങ്ങൾക്ക് ഒരു 12 ഡിജിറ്റ് നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിലൊരു QR കോഡും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇതിൽ കാണാം. നിങ്ങൾ എത്ര സ്കൂൾ അല്ലെങ്കിൽ കോളേജ് മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച അവാർഡുകൾ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ഇനി നഷ്ടപ്പെടില്ല. അപ്പോൾ ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഗിൻ ആസ് എ സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിജി ലോക്കറായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ, നിങ്ങളുടെ ആധാർ കാർഡ് റെഡിയാണ്.